ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും കേശപ്പനും നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനും കേശപ്പനും ഫുള്ള് ബിസിയാണ്. വീട്ടിൽ ഇരിക്കാൻ സമയമില്ലാത്ത ബിസിയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുകൂടെ റേഷൻ കടയിൽ പോവാം കേട്ടോ. അപ്പം റേഷൻ കടയിൽ പോകുന്ന വീഡിയോ എന്നാണെങ്കിൽ പറയാം. അപ്പോൾ പകുതി നടന്നു വന്നപ്പോഴും ഞാൻ വിചാരിച്ച് വ്ളോഗ് എടുക്കാം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ജോലിക്ക് പോയി. പോടാ, പിന്നെ എന്നാ ദിവസമാണ് നമ്മൾ ഇത്രയും നടന്നപ്പോഴത്തേക്കിന് വിയർത്ത്. നമുക്ക് ഇത്രയും നടന്നപ്പോൾ അവിടെ റോഡിൽ നല്ല വെയിലത്ത് നിന്ന് പണിയുന്നവരെ നോക്കിയപ്പോൾ നമ്മുടെ വിയർപ്പൊന്നുമല്ല എന്ന് തോന്നുന്നു അല്ലേ? നമ്മളിത്ര നടന്നപ്പോൾ വിയർത്തതേ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ. രാവിലെ 8 മണി തൊട്ടൊക്കെ വൈകിട്ട് 5 മണി വരെ ഫുള്ള് വെയിൽ കൊള്ളുന്നവരെ കണ്ടപ്പോൾ ഒന്നുമല്ല എന്ന് തോന്നി. അങ്ങനെ ഞങ്ങളിത് റേഷൻ കടയിലൊക്കെ എത്തി കേട്ടോ. അപ്പോൾ കേശപ്പൻ സാധനം വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സഞ്ചിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സാധാരണ ഇവിടെ വരുമ്പോൾ എപ്പോഴും നല്ല ക്യൂ ഒക്കെ കാണുന്നത്. പക്ഷേ ഇന്ന് പോയപ്പോൾ തിരക്കൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ സാധനം വാങ്ങിച്ച് തിരിച്ച് ഞങ്ങളിതേ ഓട്ടോ വിളിച്ചാൽ പോയ കേട്ടോ. അപ്പോൾ കയ്യിൽ ഇതേ മിൽക്കി ബാറൊക്കെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പോയപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞേ വാങ്ങിച്ച് കൊടുക്കണമെന്നേ. പിന്നെ എപ്പോഴൊന്നും വാങ്ങിച്ച് കൊടുക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നങ്ങ് വാങ്ങിച്ച് കൊടുത്തു. അപ്പോൾ അകത്ത് പോയി നിന്നതേ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. സാധാരണയാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് താടാന്നൊന്നും പറഞ്ഞാൽ എടുത്ത് തരത്തില്ല. അവനായിട്ട് തോന്നിയൊക്കെ ഇതുപോലെ ചെയ്തു തരുന്നേ കേട്ടോ. അപ്പം ആവശ്യമില്ലാത്ത സമയത്ത് ഈ വ്ളോഗൊന്നും എടുക്കാത്ത സമയത്തൊക്കെ ഇങ്ങനെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും. ഇതുപോലെ അത്യാവശ്യത്തിന് എടുക്കാൻ പറഞ്ഞാൽ അവ എടുക്കുകയില്ല. മോദകത്തിൻ്റെ അപ്പം സത്യമായോ സ്വപ്നം? അതെങ്ങനെ? അപ്പം അതോ ഇരിക്കുന്ന സ്വപ്നം സത്യമായി. എടുത്തോണ്ട് വാ. വേണ്ടേ? ഓ വേണ്ടേ? കേശപ്പം രാവിലെ എണ്ണീക്കാൻ ലേറ്റായി. ഇപ്പം ലേറ്റായിട്ടല്ലേ എണ്ണീക്കുന്നത്. അപ്പം എണ്ണീക്കുന്നതിന് മുമ്പ് അപ്പോൾ കേശപ്പം എണ്ണീറ്റ് വന്നത് തന്നെ 9:30 അപ്പോൾ രാവിലെ അച്ഛൻ മോദകം വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നു. അതാ കേശപ്പം പറഞ്ഞത് എൻ്റെ സ്വപ്നം സഫലമായത്. കാര്യം സ്വപ്നം കണ്ട് എണ്ണീറ്റത് മോദകം തിന്നുന്നയോ അതോ മോദകം വാങ്ങിച്ചെന്നോ? എന്തായിരുന്നു? കുറേ കൊണ്ടുവന്ന് തിന്നുന്നതാണ് സ്വപ്നം കണ്ടത്. അപ്പം അതാണ് സ്വപ്നം. ഇവ അറിഞ്ഞില്ലല്ലോ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നത്. ഞാൻ കുറച്ച് പച്ചരി ഉഴുന്നും കൂടി ഒരുമിച്ചിട്ട് കുതിർക്കായിടുകയാണ് ചെയ്യുന്നത്. 1 ഗ്ലാസ് ഉഴുന്നും 2 ഗ്ലാസ് പച്ചരിയും കൂടെ. ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പച്ചരിയാണ്. പച്ചരിയൊക്കെ എനിക്ക് തീർന്നായിരുന്നു. അപ്പോൾ ഇനി ഇതിന് ഉലുവ ഇട്ടില്ല. ഉലുവയും കൂടി ഇട്ട് ഒരുമിച്ചിട്ടങ്ങ് കുതിർക്കാൻ വെക്കുകയുള്ളൂ. കഴുകിയിട്ട് ദിവസം കൊണ്ടൊന്നും ഈ പകൽ ടൈമിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അരിയൊന്നും വെള്ളത്തിലിടുന്നില്ലായിരുന്നു. മാവ് കഴിഞ്ഞ ദിവസം മാവ് വാങ്ങിക്കുമായിരുന്നു. പിന്നെ ഇന്ന് പുട്ട്, ഗ്ലാസ് പുട്ട്. കേശപ്പം പുട്ട് കഴിച്ചില്ല ഇതുവരെ. പുട്ട് 2 എണ്ണം ഇരിപ്പുണ്ട്. ഒന്ന് എനിക്ക്, ഒന്നവൻ. ചോറ് വെച്ചിട്ടാണ് ഞാൻ പോയത്. ചോറ് മാത്രമേ വെച്ചോളൂ. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഞാനും കേശപ്പനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് ചക്കക്കുരു, ഇന്ന് അന്ന് സാൽമയുള്ളപ്പോൾ നമ്മൾ വാങ്ങിച്ച ചക്കയുടെ ചക്കക്കുരു ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലെ ചക്കക്കുരു തോരനും വെച്ച് ചമ്മന്തി അരയ്ക്കാം. മീനും വറക്കായിരിക്കുന്നുണ്ട്. ഇത്ര മീനും കൊണ്ട് വറക്കാം മതി. പക്ഷേ ഈ ചക്കക്കുരു പൊളിക്കണയാണ്
പക്ഷെ തോരൻ തിന്നുമ്പോൾ അതൊന്നും തോന്നൂലല്ലോ. അതുകൊണ്ട് എങ്ങനെയായാലും ചക്കക്കുരു പൊളിച്ച് തോരൻ വെക്കാം. കുറച്ചേ എടുക്കുന്നുള്ളൂ. കഴിക്കാൻ മടിയാണെങ്കിലും ഇഷ്ടം പോലെ തിന്നണ സാധനമാണ് ചക്കക്കുരു ചക്കയൊക്കെ. അപ്പോൾ ഇത് ആദ്യം പൊളിക്കട്ടെ. കേശപ്പ ചക്കക്കുരു പൊളിക്കുമോ? അറിയാവോ അതിന്? കൈ വായിന്നിടും. ചക്കക്കുരു പൊളിക്കാൻ അറിയാവോ അതിന്? എങ്ങനാ? പാത്രം എടുത്തോണ്ടോ ചക്കക്കുരു ഇവിടെ അടിയിൽ നിന്ന് എടുത്തോണ്ട് വാ. പ്ലേറ്റ് ആയാലും മതി കേട്ടാ. പെട്ടെന്ന് കൊണ്ടുപോവാ. കുഴപ്പമില്ല. താങ്ക് യു. അത്രയും തുപ്പൽ വീഴുന്നു വെടിവെക്കുന്നത്. അപ്പോൾ ചക്കക്കുരു എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തേങ്ങ ചതച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചതച്ചും ചേർക്കാറുണ്ട്, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ചതച്ചും വെക്കാറുണ്ട്. പിന്നെ ഈ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാമ്മ വെക്കുന്ന രീതിയാണ്. എനിക്കെപ്പോഴും അച്ചാമ്മ വെക്കുന്ന രീതിയാണ് ഈ ചക്കക്കുരു ഒക്കെ വെക്കുന്നത് ഇഷ്ടം. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ രീതിയിലൊക്കെയാണ് ഞാനും വെക്കുന്നത്. അപ്പം ഈ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനകത്തെ സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞിരിക്കുക. ഒരര സവാളയുടെ അതിൽ നിന്നും അരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഞെരടി എടുക്കുകയെ. അപ്പോൾ ഇതിൽ പച്ചമുളകും കൂടെ അരിഞ്ഞിടേണ്ടതാണ്. അപ്പം ഈ കൈ വെച്ച് ഞെരടേണ്ടത് കൊണ്ട് കൈ പുകയുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നത്. പിന്നെ എളുപ്പമാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് അതിലിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇരിക്കുമല്ലോ നമ്മളത്തെ ഞെവിടിയ പാത്രത്തിൽ. അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി വെള്ളം കൂടി കലക്കി ഒഴിച്ചതാണ് ആ ഒരു വെള്ളമൊക്കെ കണ്ടത് കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇനി ചോറുണ്ണാൻ പോവാം. ചക്കക്കുരു തോരനും. ചക്കക്കുരു തോരൻ കൂട്ടും. ചക്കക്കുരു ഇഷ്ടമാണ് കേശപ്പന്. മെഴുക്കുവരട്ടിയൊക്കെ വെച്ചാൽ പറക്കി തിന്നാൻ ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ ഇന്ന് തോരന തിന്നു. അപ്പോൾ ഇനി ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവുകയാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻസായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.